8.7 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾ വരെ 7.1, 7.5 ആ രീതിയിൽ പോയിട്ടുള്ള സമയത്താണ് ഇവിടെ ഇപ്പോൾ റഷ്യൻ തീരത്ത് അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഭൂകമ്പം ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതേ തുടർന്ന് പാസിഫിക് സമുദ്രത്തിൽ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു, മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ജപ്പാനിലും റഷ്യയിലും ഇപ്പോൾ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളും എത്തുന്നുണ്ട്. ജപ്പാനിൽ 2 ഇടങ്ങളിലായി തീരത്ത് വലിയ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. അതിനു മുൻപ് തന്നെ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെ തീരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. റഷ്യയിൽ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കിൻഡർ ഗാർഡനിൽ അവിടെ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് ഒരു കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അലാസ്കയിൽ, ഹവായിലൊക്കെ തന്നെ അമേരിക്കൻ തീരപ്രദേശങ്ങളിൽ മുന്നറിയിപ്പുകളുണ്ട്. ഡൊണാൾഡ് ട്രംപ് സ്റ്റേ സേഫ്, സ്റ്റേ സ്ട്രോങ് ആൻഡ് സ്റ്റേ സേഫ് എന്ന് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അമേരിക്കയിലും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുന്നത് ജപ്പാനിലും റഷ്യയിലുമാണ്. ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്ത് 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു. ഒപ്പം റഷ്യയിലെ സെവറോ കുറിൽസ്ക് മേഖലയിൽ തീരത്ത് വൻ തിരമാലകൾ ആഞ്ഞടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ.